whereas JPO address corresponds to jump if the parity is odd. You can expect any question JP address, JM address, JPE address, JPO address, like that. Now, second instruction in this category of branching, that is call. Call can also have two different manifestations, as we have seen in the case of jump instruction. It can be a conditional call instruction or can be an unconditional call instruction. So first of all, unconditional call instruction, or in general, this is what we call instruction. The instruction format is call followed by address. Once again, this is a 3-byte instruction. Because the address is already 2-byte, so the hex code or the operation code corresponding to call needed to be 1 byte. Unlike jump instruction, jump always make a blind transference of the control from the present program to a different location. Whereas call always do the same, it will definitely result in the transference of the control from the present location to a different location. Generally, that will be to a small program, or that's what we call often a sub-program or a subroutine. After executing that sub-program, the control will be transferred back to the main program. That is exactly why this instruction word call is being used. Call is an instruction asking the processor to call a subprogram upon demand, or to run a subprogram upon demand as a part of the main program, and returning back to the main program once this small program is being executed. വലിയൊരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ നമ്മളെ മെയിൻ പ്രോഗ്രാം എന്ന് പറയുന്നത് ഈ വലിയ പ്രോഗ്രാമാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ചെറിയ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യേണ്ടതുണ്ട്. ഈ വലിയ പ്രോഗ്രാമിൻ്റെ 3ാമത്തെ ഇൻസ്ട്രക്ഷൻ മുതൽ 10ാമത്തെ ഇൻസ്ട്രക്ഷൻ വരെയുള്ളത് ഒരു കംപ്ലീറ്റ് പ്രോഗ്രാം തന്നെയാണ്. അത് ഓൾറെഡി നമ്മൾ വേറൊരിടത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പ്രോഗ്രാം ഇവിടെ റിപ്പീറ്റ് ചെയ്യാതെ ആ ലൊക്കേഷനെ കോൾ ചെയ്ത് അവിടെ നിന്ന് ഈ സബ് പ്രോഗ്രാം റൺ ചെയ്ത് മെയിൻ പ്രോഗ്രാമിലേക്ക് തിരിച്ചു വരുന്ന രീതിയിലൊരു പ്രോഗ്രാം ചെയ്യേണ്ട സിറ്റുവേഷനിലാണ് സാധാരണഗതിയിൽ ഈ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷനെ നമ്മൾ യൂസ് ചെയ്യുക. ദാറ്റ് ഈസ് കോൾ അഡ്രസ് ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ. ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റ് അപ്പോൾ കോൾ ഫോളോഡ് ബൈ അഡ്രസ്. ജമ്പിന്റെ കേസിൽ പറഞ്ഞതുപോലെ തന്നെ ഇൻസ്ട്രക്ഷനെ നടക്കുന്നത് പ്രോഗ്രാം കൗണ്ടറിലേക്ക് ഈ കോളിനെ തുടർന്ന് വരുന്ന അഡ്രസ്സ് ലോഡ് ചെയ്യപ്പെടും. ഇത് കൂടാതെ ജമ്പിൽ നിന്ന് വിഭിന്നമായിട്ട് മറ്റൊരു കാര്യം ചെയ്യേണ്ടത് ഈ സബ് പ്രോഗ്രാം റൺ ചെയ്ത് കഴിഞ്ഞാൽ മെയിൻ പ്രോഗ്രാമിലേക്ക് തിരിച്ചു വരണം. അപ്പോൾ മെയിൻ പ്രോഗ്രാമിൽ എവിടെ വെച്ചാണോ സബ് പ്രോഗ്രാമിനെ കോൾ ചെയ്തത്, മെയിൻ പ്രോഗ്രാമിൽ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ A50000102 അങ്ങനെ പോയിട്ട് 05ലാണ് 05, 06, 07 A507ലാണ് കോൾ ഇൻസ്ട്രക്ഷൻ വന്നത്. അങ്ങനെയാണെങ്കിൽ പ്രോഗ്രാം കൗണ്ടറിൽ ഇപ്പോൾ ഉള്ള കണ്ടന്റ് A507 ആണ്. ഇത് കഴിഞ്ഞ് A508, 09 ഈ മെയിൻ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. പക്ഷെ അത് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ അതിന് മുന്നേ ഈ സബ് പ്രോഗ്രാംസ് 8500 തൊട്ട് എഴുതിയിട്ടുള്ള സബ് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്ത് തീരണം. എന്നിട്ട് 8500 തൊട്ട് എഴുതിയ പ്രോഗ്രാമിന്റെ ലാസ്റ്റ് ഇൻസ്ട്രക്ഷൻ എവിടെയാണോ അവിടെ വെച്ച് ഈ മെയിൻ പ്രോഗ്രാമിലേക്ക് തിരിച്ചു വരണം. അപ്പൊ അതുവരെ പ്രോഗ്രാം കൗണ്ടറിൽ 8500 വന്നു, 01 അതങ്ങനെ ഇൻക്രിമെന്റ് ചെയ്ത് പോയി 01, 02, 03 അങ്ങനെ പോയി അതിലെ ലാസ്റ്റ് ഇൻസ്ട്രക്ഷൻ വന്ന് 8510 ആണ് കിടക്കുന്നത്. ഇനി മെയിൻ പ്രോഗ്രാമിലെ A507 കഴിഞ്ഞിട്ടുള്ള അഡ്രസ്സ് പ്രോഗ്രാം കൗണ്ടറിലേക്ക് ഇനി അടുത്ത സ്റ്റെപ്പിൽ ലോഡ് ചെയ്യണമെങ്കിൽ പ്രോഗ്രാം കൗണ്ടറിൽ ഏത് അഡ്രസ്സ് ആയപ്പോഴാണോ മെയിൻ പ്രോഗ്രാമിൽ നിന്ന് ബ്രേക്ക് ചെയ്തത് ആ അഡ്രസ്സ് മൈക്രോ പ്രോസസ്സർ അതിന് ആക്സസിബിൾ ആയിട്ടുള്ള വേറെ ഏതെങ്കിലും ലൊക്കേഷനിൽ ആദ്യമേ സേവ് ചെയ്ത് വെക്കണം. ജമ്പിൽ ഈ ഒരു കാര്യം ഇല്ല. ജമ്പിൽ വൺസ് കൺട്രോൾ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്താൽ പിന്നെ ആ പ്രോഗ്രാം 8500 തൊട്ടാണെങ്കിൽ ആ പ്രോഗ്രാം റൺ ചെയ്ത് അതിലെ ലാസ്റ്റ് ഇൻസ്ട്രക്ഷനോട് കൂടി ഹോൾട്ട് ചെയ്യുന്ന രീതിയിലാണ്
പ്രോഗ്രാം സെനാരിയോ നടക്കാറുള്ളത്. എന്നാൽ കോളിൽ അങ്ങനെയല്ല, വീണ്ടും മെയിൻ പ്രോഗ്രാമിലേക്ക് തിരിച്ചു വരണം. മെയിൻ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടുള്ള ഒരു സബ് പ്രോഗ്രാമിന്റെ എക്സിക്യൂഷൻ ആണ് നടന്നത്. വൺസ് ഇറ്റ് ഈസ് ഫിനിഷ്ഡ് ഇറ്റ് വിൽ ഹാവ് ടു റിട്ടേൺ ബാക്ക് ടു ദ മെയിൻ പ്രോഗ്രാം വേർ ഇറ്റ് ഹാസ് ബ്രേക്ക്ഡ്. അപ്പൊ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ whenever call is being executed, the location of the main program or the address of the memory location where this call instruction is completely written might needed to be saved to some locations accessible to the microprocessor. This location is nothing other than the stack locations. I hope you will be able to recall the idea of stack. Stack is a set of consecutive memory locations defined by the programmer for his reserved purposes. And these memory locations will be filled in such a way that the location with the biggest address or maximum address will be filled first, and the filling and unfilling will be performed in such a way that first in will be taken out last. First in, last out manner. So for example, suppose I am going to define the stack location as say 2500 onwards, say 2500 to say 2998. So these are the consecutive memory locations that I define as say stack. These are referred to as stack because these are in the form of a stack, the verb stack. So the memory locations with address 2500 to 2998 are now available for my reserved purposes. If I am going to fill something to this stack location, I will have to fill the memory location with the maximum address first. ഇതിൽ ആദ്യം കണ്ടന്റ് ഫില്ല് ചെയ്യേണ്ടി വരുന്നത്, ആദ്യം സേവ് ചെയ്യേണ്ടി വരുന്നത് 2998 ആണ്. അപ്പൊ പിന്നെ ഇനി അവൈലബിൾ ആയിട്ടുള്ള മെമ്മറി ലൊക്കേഷൻ 2997 തൊട്ട് പുറകിലേക്കുള്ളതാണ്. The address of the memory location, the address of the maximum filled stack location is referred to as stack top, and this address will be stored in the stack pointer register. So stack pointer register program counterന്റെ തൊട്ട് മുകളിലുള്ള stack pointer registerൽ ഇപ്പം 2998 എന്ന അഡ്രസ് ആണ് ഉണ്ടായിരിക്കുക. ഈ 2998 എന്ന അഡ്രസ് ആണ് ഉള്ളതെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് 2998 തൊട്ടും ഇനി മുന്നോട്ട് സ്റ്റാക്ക് ഡിഫൈൻ ചെയ്ത് വെച്ചിരുന്നുവെങ്കിൽ ആ മുന്നിലുള്ള ലൊക്കേഷൻസ് ഒക്കെ ഫിൽഡ് ആണ്. 2998ന്റെ പിറകിലുള്ള ലൊക്കേഷൻ തൊട്ട് എവിടം വരെയാണോ ഡിഫൈൻ ചെയ്ത് അവിടെ വരെയുള്ളത് എം ടി ആണ്. ദാറ്റ് മീൻസ് ഫ്രം 2500 to 2997 the locations are free and can be filled further. ഈ ലൊക്കേഷൻസിലേക്കാണ് കോൾ ഇൻസ്ട്രക്ഷന് നമ്മൾ എഴുതുന്ന സമയത്ത് എവിടെ വെച്ചാണോ കോൾ ബ്രേക്ക് ചെയ്തത് അവിടെയുള്ള അഡ്രസ്സ് സ്റ്റോർ ചെയ്യുക. സോ ഫോർ എക്സാമ്പിൾ ഞാൻ A500 തൊട്ട് മെയിൻ പ്രോഗ്രാം എഴുതി, അതിലെ A505 എന്ന ലൊക്കേഷൻ എത്തിയ സമയത്ത് അവിടെ ഞാൻ കോൾ ഇൻസ്ട്രക്ഷൻ എഴുതിയിട്ടുണ്ട്. കോൾ ഒരു 3 byte ഇൻസ്ട്രക്ഷൻ ആണെന്ന് ഞാൻ പറഞ്ഞു. ആ കോളിനെ തുടർന്ന് അഡ്രസ്സാണ് എഴുതേണ്ടത്. എവിടെയാണോ സബ് പ്രോഗ്രാം ഇരിക്കുന്നത് ആ ലൊക്കേഷൻ്റെ അഡ്രസ്സാണ് എഴുതേണ്ടത്. സബ് പ്രോഗ്രാം ഇരിക്കുന്ന 8500 എന്ന് വിചാരിക്കൂ. അങ്ങനെയാണെങ്കിൽ A506 00 എന്നും A507 85 എന്നുമാണ് എഴുതുക. ഇവിടെ വെച്ച് A507 വെച്ചാണ് നമ്മൾ ബ്രേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ A507 എന്ന പോയിന്റിൽ വെച്ചാണ് മെയിൻ പ്രോഗ്രാമിൽ നിന്ന് ബ്രേക്ക് ചെയ്യുന്നത് എങ്കിൽ A507 എന്ന അഡ്രസ്സ് ഇവിടെ സേവ് ചെയ്ത് വെക്കണം. കാരണം പിന്നെ മെയിൻ പ്രോഗ്രാമിന്റെ അഡ്രസ്സ് A507 ആയിരിക്കില്ല പ്രോഗ്രാം കൗണ്ടറിൽ ഉണ്ടാവുക. പ്രോഗ്രാം കൗണ്ടറിൽ ഈ കോളിനെ തുടർന്ന് വന്നിട്ടുള്ള 8500 ആണ് ഉണ്ടാവുക. പിന്നെ അവിടെ തൊട്ടുള്ള പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്ത ഇതിലെ ലാസ്റ്റ് ഇൻസ്ട്രക്ഷൻ കഴിഞ്ഞ് മെയിൻ പ്രോഗ്രാമിലേക്ക് തിരിച്ചു വരണം. മെയിൻ പ്രോഗ്രാമിലേക്ക് തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ A507 വരെയുള്ള ഇൻസ്ട്രക്ഷൻസ് റൺ ചെയ്തിട്ടുണ്ട്. A507 എന്ന
അഡ്രസ്സ് പ്രോഗ്രാം കൗണ്ടറിലേക്ക് തിരിച്ച് ലോഡ് ചെയ്ത് അതൊന്ന് ഇൻക്രിമെന്റ് ചെയ്ത് A508 എന്ന് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ മെയിൻ പ്രോഗ്രാമിൽ ഇൻസ്ട്രക്ഷൻ റൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഈ A507 എന്ന അഡ്രസ്സ് നമ്മൾ സ്റ്റോർ ചെയ്തിട്ട് വെക്കണം. അത് സ്റ്റോർ ചെയ്യുമ്പോൾ സ്റ്റാക്കിലേക്കാണ് സ്റ്റോർ ചെയ്യേണ്ടത്. സ്റ്റാക്കിൽ ഇപ്പം അവൈലബിൾ ആയ നെക്സ്റ്റ് ലൊക്കേഷൻ 2997, 2996 അങ്ങനെ പുറകിലേക്കുള്ളതാണ്. അപ്പൊ ഇതിലെ 2997 എന്ന ലൊക്കേഷനിലേക്ക് ഈ പ്രോഗ്രാം കൗണ്ടറിന്റെ മോസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ബിറ്റ് A5 എന്നുള്ളത് ലോഡ് ചെയ്യും. കാരണം ഈ മെമ്മറി ലൊക്കേഷൻ 8 ബിറ്റ് ആണ്, 8 ബിറ്റേ ഉള്ളൂ. അപ്പോൾ A5 എന്നുള്ള 8 ബിറ്റ് അതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി 07 എന്നുള്ളത് സ്റ്റാക്ക് പോയിന്റർ -2 ലൊക്കേഷൻ, അടുത്ത അവൈലബിൾ ലൊക്കേഷൻ 2996 എന്നുള്ളതിൽ 07 എന്നുള്ള അഡ്രസ്സും സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ കോൾ ഇൻസ്ട്രക്ഷൻ നടക്കുമ്പോൾ ചെയ്യേണ്ട ആക്ടിവിറ്റി അതാണ്. പ്രോഗ്രാം കൗണ്ടറിന്റെ ഹയർ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ബിറ്റ് സ്റ്റാക്ക് പോയിന്ററിലെ കണ്ടന്റ് എന്താണോ അതിനേക്കാളും ഒന്ന് കുറവുള്ള അഡ്രസ് ഉള്ള മെമ്മറി ലൊക്കേഷൻ, അതിനാണ് ഇങ്ങനെ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടേക്കുന്നത്. സ്റ്റാക്ക് പോയിന്ററിലെ കണ്ടന്റ് അത് 2998 ആണ്, -1 അത് 2997 ആണ്. ആ അഡ്രസ് ഉള്ള ഒരു മെമ്മറി ലൊക്കേഷനിലെ കണ്ടന്റ് ആയിട്ട് അതിന് വീണ്ടും സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടു. അങ്ങോട്ടപ്പം A5 എന്നുള്ളത് ലോഡ് ചെയ്യണം. പിന്നെ സ്റ്റാക്ക് പോയിന്റർ -2 ലൊക്കേഷനിലേക്ക് PC ലോവർ. ഇപ്പോഴും നോക്കൂ, ചെറിയ വാല്യൂ ഉള്ളത്, ലീസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളത് ചെറിയ അഡ്രസ്സിലേക്കാണ് പോകുന്നത്. അവൈലബിൾ ആയ ലൊക്കേഷൻസ് 2997ഉം 2996ഉം. അതിലെ വലിയ അഡ്രസ്സ് 2997, അങ്ങോട്ട് A5 മോസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ബൈറ്റ് ആണ് പോയത്. പിന്നെ ഉള്ളത് 2996 ആണ് അതിലെ ചെറുത്, അങ്ങോട്ട് ലീസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള 07 ആണ് പോയിട്ടുള്ളത്. എപ്പോഴും ലോ ടു ലോ, ഹൈ ടു ഹൈ എന്നുള്ള ഒരു റൂൾ ഓഫ് തമ്പാണ് എല്ലായിടത്തും മൈക്രോ പ്രോസസ്സർ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ സ്റ്റാക്ക് പോയിന്റർ -2 ലൊക്കേഷനിലേക്ക് PC ലോവറിലെ കണ്ടന്റ് ലോഡ് ചെയ്യും. ഇപ്പോൾ സ്റ്റാക്ക് പോയിന്റർ എന്ന രജിസ്റ്ററിലെ കണ്ടന്റ് ഉള്ളത് 2998 ആണ്. അതിന്റെ പ്രത്യേകത ദാറ്റ് ഈസ് ദ അഡ്രസ് ഓഫ് ദി മാക്സിമം ഫിൽഡ് സ്റ്റാക്ക് ലൊക്കേഷൻ. പക്ഷെ ഇപ്പൊ അത് മാറിയല്ലോ. ഇപ്പോൾ ഉള്ള 2998 എന്നുള്ളത് കുറഞ്ഞിട്ട് 2996 ആണ് മാക്സിമം ഫിൽഡ് ലൊക്കേഷൻ ആയിട്ടുള്ളത്. അപ്പോൾ സ്റ്റാക്ക് പോയിന്റർ എന്ന രജിസ്റ്റർ പെയറിലെ കണ്ടന്റ് 2 കുറയ്ക്കുകയും ചെയ്യണം. സോ കണ്ടന്റ് ഓഫ് സ്റ്റാക്ക് പോയിന്റർ നൗ ബിക്കംസ് എർലിയർ കണ്ടന്റ് ഓഫ് സ്റ്റാക്ക് പോയിന്റർ -2. And then the program counter will be loaded with the address following the call instruction. ഇത്രയും ആക്ടിവിറ്റി ഇതിൽ നടക്കണം. ദിസ് ഇൻവോൾവ് ഹോപ്പ് കോഡ് കൊണ്ടുവരുന്ന ഒരു മെഷീൻ സൈക്കിള്, അഡ്രസ് റീഡ് ചെയ്യുന്ന 2 മെഷീൻ സൈക്കിള്, അതുകൂടാതെ ഈ PCH സ്റ്റാക്ക് പോയിന്റർ -1 മെമ്മറി ലൊക്കേഷനിലേക്ക് റൈറ്റ് ചെയ്യാൻ ഒരു മെമ്മറി റൈറ്റ്, PC ലോവർ സ്റ്റാക്ക് പോയിന്റർ -2 ലൊക്കേഷനിലേക്ക് റൈറ്റ് ചെയ്യാൻ ഒരു മെമ്മറി റൈറ്റ്. ഇത് സ്റ്റാക്ക് പോയിന്ററിന്റെ ഇനിഷ്യലൈസേഷൻ ആണ്. ദാറ്റ് വിൽ ബി ഡൺ ഓട്ടോമാറ്റിക്കലി. പ്രോഗ്രാം കൗണ്ടർ വിൽ ബി ലോഡഡ് വിത്ത് ദിസ് അഡ്രസ് വിതൗട്ട് എനി ഡിലേ. ഓവറോൾ then there will be 5 different machine cycles. This make call as the instruction that is having maximum number of machine cycle as well as maximum number of T state. നമ്മൾ LHLD SHLD 2 ഡാറ്റ ട്രാൻസ്ഫർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷനിലും 5 മെഷീൻ സൈക്കിൾ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ T സ്റ്റേറ്റ് 18 എണ്ണം വന്നിട്ടില്ല. ഇവിടെ ഈ സ്റ്റാക്ക് പോയിന്റർ -1 ലൊക്കേഷനിലേക്കും സ്റ്റാക്ക് പോയിന്റർ -2 ലൊക്കേഷനിലേക്കും സ്റ്റോർ ചെയ്യുന്ന സമയത്ത് അഡീഷണൽ വെയിറ്റ് T സ്റ്റേറ്റും കൂടെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് 18 T state. Now how this 18 T state come? Call opcode fetch for T state, 1 machine cycle opcode fetch. Then to read least significant 8 bits of the address, there is a memory read. To read most significant 8 bits of the address, there is 1 more memory read. To store the maximum most significant byte of program counter, there is a memory write. And to store the least significant 8 bits of program counter, there is 1 more memory write. So overall opcode fetch, memory read, memory write, memory write. These are the 5 different machine cycles, and time taken will be 4 T states for opcode fetch and 3 each for memory read and memory write, that are 2 in number. So overall that will be 4 into 3 make it 12, plus 4 make it 16, plus 2 wait T state for this savings making it say 18 T states. So this is about
call instruction. Now conditional call, subjected to the satisfaction of condition, whether there is a carry, call if there is a carry, call if there is no carry, address. This is followed by address. Call if the result is 0, call if result is not 0, call if result is positive, call if result is minus.